ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇതൊരു സാധാരണ വെള്ളച്ചാട്ടമല്ല. ആദ്യമായിട്ടൊരു ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്ന നേട്ടം മാങ്കുളം ഗ്രാമപഞ്ചായത്തിന് നേടിക്കൊടുത്ത നക്ഷത്രക്കുത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നക്ഷത്രക്കുത്തിലെത്തിച്ചേരാൻ 2 വഴികളാണുള്ളത്. ആദ്യമായി കല്ലാർ മാങ്കുളം റൂട്ടിൽ സുകുമാരൻ കടയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നക്ഷത്രക്കുത്തിലെത്താം. ഇതുവഴി തന്നെ വരുമ്പോൾ പാമുകയം എന്ന സ്ഥലത്തിന് തൊട്ടു മുൻപ് ഇടത്തേക്ക് തിരിഞ്ഞും നക്ഷത്രക്കുത്തിലെത്തിച്ചേരാൻ സാധിക്കും. ആദ്യത്തെ വഴിയെ പോയ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ചു നേരം നടന്നാണ് നക്ഷത്രക്കുത്തിലെത്തിയത്. മാങ്കുളത്തെ തന്നെ ഒത്തിരി സഞ്ചാരികൾ എത്തിച്ചേരാത്ത ഒരു വെള്ളച്ചാട്ടമാണിത്. കുറച്ചു നേരം നടന്ന ശേഷം നമ്മൾ ആദ്യമായിട്ട് എത്തുന്നത് ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പവർ ഹൗസിലേക്കാണ്. ആദ്യമായി ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അത് KSEBിക്ക് നൽകുകയും ചെയ്ത പഞ്ചായത്താണ് മാങ്കുളം. 55 വാട്ടിൻ്റെ 2 ജനറേറ്ററാണ് ഇവിടെ ഉള്ളത്. ഈ 2 ടർബൈനിൽ നിന്ന് ഏകദേശം ഒരു ദിവസം 2600 യൂണിറ്റോളം വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ പവർ ഹൗസ് പ്രവർത്തനക്ഷമമല്ല. പണ്ടൊക്കെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നുമെല്ലാം വിദ്യാർത്ഥികൾ ഇവിടെ വരികയും ഈ പവർ ഹൗസിൻ്റെ പ്രവർത്തന രീതി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഒരാളും ഉണ്ടായിരുന്നു. വലിയ താമസമില്ലാതെ തന്നെ ഈ പവർ ഹൗസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കുമെന്നും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അത് നിരീക്ഷിക്കാൻ സൗകര്യമൊരുക്കുമെന്നെല്ലാം അറിയാൻ സാധിച്ചു. എന്തായാലും ഇപ്പോൾ ഈ പവർ ഹൗസ് പൂട്ടിക്കിടക്കുകയാണ്. അതിനാൽ ഇപ്പോൾ എത്തുന്ന സഞ്ചാരികൾക്ക് ഇതിനകത്ത് കയറാൻ സാധിക്കില്ല. പവർ ഹൗസിൻ്റെ സൈഡിലുള്ള ഗേറ്റ് കടന്നാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. പുഴയുടെ തീരത്തൂടെയും പുഴയിലൂടെയും എല്ലാമായിട്ടാണ് ഇനിയുള്ള നടപ്പ്. അതുകൊണ്ട് നല്ല മഴക്കാലത്തും പുഴയിൽ ഒത്തിരി വെള്ളമുള്ളപ്പോഴും സഞ്ചാരികൾ സ്വന്തം സുരക്ഷയെപ്പറ്റി ഓർക്കുക. ഉരുളൻ പാറക്കല്ലുകളും വലിയ കല്ലുകളിൽ മണൽ തങ്ങിയുണ്ടാവുന്ന വലിയ കുഴികളും എല്ലാം കണ്ട് നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിലെത്തും. മഴക്കാലത്ത് വളരെയധികം മനോഹരവും അതുപോലെ അപകടം നിറഞ്ഞതുമായ ഒരു വെള്ളച്ചാട്ടമാണിത്. ഞങ്ങൾ പോയ സമയം മഴ കുറവായതിനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു താഴെ വരെ പോകാനും അവിടെ കുളിക്കാനുമെല്ലാം സാധിച്ചു. ഒത്തിരി സഞ്ചാരികൾ എത്താത്തതിനാൽ ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം പോലെയുള്ള ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുക. ഈ വെള്ളച്ചാട്ടത്തിന് നടുക്കായി നിൽക്കുന്ന മരവും ഇവിടുത്തെ ഉരുളൻ കല്ലുകളുമെല്ലാം ഒരു പ്രത്യേക കാഴ്ചകൾ തന്നെയാണ്. ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും വലിയ പൈപ്പ് വഴി വെള്ളം പവർ ഹൗസിൽ ശക്തിയായി എത്തിച്ച് അവിടുത്തെ ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടേക്ക് വാഹന സൗകര്യമില്ലാത്തതിനാലാവണം നക്ഷത്രക്കുത്തും ഇവിടുത്തെ പവർ ഹൗസുമെല്ലാം സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കാതെ കിടക്കാൻ കാരണം. കേരളത്തിൽ മറ്റൊരിടത്തും സഞ്ചാരികൾക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പവർ ഹൗസും തൊട്ടടുത്തായി തന്നെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല.
ആൾത്തിരക്കുകളിൽ നിന്നകന്ന് വളരെ ശാന്തവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും അതോടൊപ്പം ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പവർ ഹൗസും കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും മാങ്കുളത്തെ നക്ഷത്രക്കുത്തിലെത്തുക, ഇവിടം ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.